കരിമേ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് മലപ്പുറം ജില്ലയിലെ തവനൂർ മണ്ഡലം. അപ്പോൾ യു ഡി എഫ് അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KT ജലീൽ തോൽക്കും. തവനൂർ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള VS ജോയി ജയിച്ചു കയറുന്ന കാരണം. പക്ഷെ KT ജലീൽ അവകാശപ്പെടുന്നത് 10,000-നടുത്ത് വോട്ട് LDF വിജയിക്കും എന്നുള്ളതാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും എല്ലാവരും ആകാംക്ഷപൂർവ്വം ഉറ്റുനോക്കുന്ന മണ്ഡലം തന്നെയാണ് തവനൂര്. നല്ല വാശിയേറിയ പോരാട്ടം, എന്ത് സംഭവിക്കാവുന്ന രൂപത്തിലുള്ള മണ്ഡലം തന്നെയാണ്, സംശയമൊന്നുമില്ല. തവനൂരിൽ ഇത്തവണ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സവിശേഷതയുള്ള ഒരു ഇലക്ഷൻ കൂടിയാണ് തവനൂര്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ UDF സ്ഥാനാർത്ഥി എന്നുള്ള VS ജോയി നല്ല ഒരു മുന്നേറ്റം നടത്താൻ ജോയിക്ക് കഴിയുന്നുണ്ട്. ഏകദേശം ഒപ്പത്തിനൊപ്പം തന്നെ നടത്താൻ എത്തുന്ന സാഹചര്യമാണുള്ളത്. അതായത് പ്രത്യേകിച്ച് കാലടി പഞ്ചായത്തിൽ, അതേപോലെ വട്ടംകുളത്ത്, തൃപ്പങ്കോട്, മംഗലം, പുറത്തൂര്, തവനൂര്, അതിൽ കാലടിയിലൊക്കെ അത്യാവശ്യം നല്ലൊരു ലീഡിലേക്ക് ജോയി വരും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ വളരെ മുമ്പ് ഉണ്ടായിരുന്ന പോലെ തന്നെ ആര് ജയിക്കുകയാണെങ്കിൽ തന്നെ 1000-2000 വോട്ടിൽ അടുത്തേക്കുള്ള ഒരു ഇതിലേക്ക് മാത്രമാണ് അടുത്താൻ പറ്റുക. മറ്റൊന്ന് BJP വോട്ട് നിർണായകമാണ്. രവി തേലത്തിന് കിട്ടുന്ന വോട്ടുകളിൽ ചെറിയ ശതമാനം വോട്ട് കുറവ് വരാനാണ് എനിക്ക് സാധ്യത കാണുന്നത്. കാരണം ആ വോട്ട് ഏതെങ്കിലും രൂപത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ BJPയിലേക്ക് പോകേണ്ട ചില വോട്ടുകൾ UDFയിലേക്ക് പോയേക്കാം എന്നൊരു ആശങ്ക കൂടി എനിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഒരു വാശിയേറിയ പോരാട്ടം കൂടിയാണുള്ളത്. പിന്നെ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥിയുടെ കമ്മ്യൂണിറ്റിയിലോ മറ്റോ പെട്ടവർക്ക് ഒരു 1000 വോട്ട് പോലും ഇല്ലാത്ത ഒരു മണ്ഡലമാണ്. അതായത് നമ്മുടെ മറ്റു മണ്ഡലങ്ങളിലൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആര് ജയിച്ചാലും മുൻപുണ്ടായ പോലെ തന്നെ കേവലം 1000-2000 വോട്ടിനടുത്തുള്ള ലീഡിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടെ ഉള്ളത്. BJP വോട്ട് നിർണായകമാണ്. ആ വോട്ടിൽ കുറവ് വന്നു കഴിഞ്ഞാൽ അത് ഇതിനും ബാധിക്കുന്നുണ്ട്. നിലവിൽ എല്ലാ സാധ്യത 2 വോട്ടുകൾ തുല്യമാണ്. അത് ഇപ്പോൾ പറയാൻ കഴിയുന്നുള്ളൂ. നിലവിലെ എല്ലാം വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള മേഖലകളിൽ, കാലടിയെ പോലെ ചില മേഖലകളിലൊക്കെ വലിയ രൂപത്തിലേക്കുള്ള ഒരു പ്രചാരണം, അതുപോലെ തന്നെ ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. സ്ഥാനാർത്ഥിയെ പൂർണ്ണമായും ലീഗിന് ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രചാരണമാണ് അവിടെ കണ്ടിട്ടുള്ളത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആണെങ്കിൽ പോലും ലീഗ് പൂർണ്ണമായിട്ടും കൈമയും മറന്നുകൊണ്ടുള്ള ഒരു വാശിയേറിയ പോരാട്ടം, ആ ആളും അർത്ഥവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണം അവിടെ നടത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതിന്റെ ഫലം എന്താണെങ്കിലും വളരെ നിർണായകമായിരിക്കും. വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രമേ 2000 വോട്ടിനടുത്ത് മുമ്പുണ്ടായ പോലെ ആര് ജയിച്ചാലും സാധ്യത കാണുന്നു.